മറ്റു വാർത്തയിലേക്ക് പോകണം. ഗുണ്ടാപ്പിരിവ് നൽകാത്തതിന്റെ പേരിൽ തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കാപ്പ കേസ് പ്രതി ബലാത്സംഗം ചെയ്ത കേസിൽ പോലീസിനും ആഭ്യന്തര അന്വേഷണം. ഉദ്യോഗസ്ഥർക്ക് ഗുണ്ടകളുമായി കൂട്ടുകെട്ടുണ്ടെന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണ് അന്വേഷണം. ചില ഉദ്യോഗസ്ഥർ സ്പായിലെ നിത്യസന്ദർശകർ എന്നും മാസപ്പടി കൈപ്പറ്റിയിരുന്നതായുമാണ് ആരോപണം. കേസിൽ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തേക്കും. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശശിനാരായണൻ, ഇന്നലെ ഈ മുഖ്യപ്രതി അറസ്റ്റ് ചെയ്യാൻ ചെന്ന പോലീസിനെ ഇയാൾ നായയൊക്കെ അഴിച്ചുവിട്ട് കടുപ്പിക്കാൻ ശ്രമിച്ചു എന്ന വിവരം പുറത്തു വന്നിരുന്നു. വലിയ ഗുണ്ടാ സംഘങ്ങളാണ്. തിരുവല്ല പോലെ ഒരു നഗരത്തിൽ ഈ സംഘങ്ങൾക്ക് അഴിഞ്ഞാടാനുള്ള എല്ലാ അവസരവും ഒരുക്കിയായിരുന്നോ പോലീസ്? രഞ്ജിത്തെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കാപ്പ കേസിലെ പ്രതിയായ മരണ സുബിൻ, അതായത് സുബിൻ അലക്സാണ്ടർ എന്ന് പറയുന്ന വ്യക്തി ഒട്ടനവധി കേസുകളിൽ, നിരവധി കേസുകളിൽ പ്രതിയാണ്. അതുകൊണ്ടാണ് കാപ്പ കേസ് പ്രതിക്ക് തന്നെ പോലീസിന് വലിയ തലവേദനയുള്ള ആളാണ്. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇന്നലെ ഈ സ്പായിൽ വന്ന് ഈ ജീവനക്കാരിയെ പീഡിപ്പിക്കുകയും അവിടെ ഈ പണം തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്യുമ്പോഴും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മുൻകാല ചരിത്രങ്ങൾ പരിശോധിച്ചുകൊണ്ട് കർശന നടപടിയെടുക്കുന്ന കാര്യത്തിൽ പോലീസ് വീഴ്ച വരുത്തി എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1-ാം തീയതിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ആ പരാതി പോലീസ് നേരിട്ടെടുത്തെന്ന് പറയുന്നു. പക്ഷേ ആ 1-ാം തീയതി സംഭവം നടക്കുമ്പോൾ തന്നെ 2-ാം തീയതിയാണ് പോലീസ് കേസെടുക്കുന്നത്. പിന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള കാലതാമസം ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ ഇതിനകത്ത് ചില പോലീസിനെ സംശയത്തിന് നിലയിൽ നിർത്തിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നു. എന്തായാലും നിലവിൽ ഈ പോലീസുകാർ പലരും ഈ സ്പായിലെ സന്ദർശകരാണെന്ന് പറയുന്നു. തിരുവല്ലയിൽ മാത്രം 6-7 സ്പാ ഉണ്ട്. അവിടങ്ങളിലേക്ക് പോലീസുകാർ എത്തുന്ന ആളുകളാണെന്ന് പറയപ്പെടുന്നു. ഒപ്പം മാസപ്പടി ഈ തരത്തിൽ പോലീസ് ഇവിടെ നിന്ന് കൈപ്പറ്റുന്നതിനുള്ള ചില ആരോപണങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും പോലീസിൽ തന്നെ ഇത്തരം ഒരു ആഭ്യന്തര അന്വേഷണം തന്നെ വരുമെന്നുള്ള സൂചന കൂടിയുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഗുണ്ടകളുമായി പോലീസിന് വലിയ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ സംഭവം നടന്നതിന് ശേഷം വിവരം പോലീസ് അറിഞ്ഞിട്ടും ഈ കൃത്യമായി ഇവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഗുണ്ടകൾക്ക് ഉണ്ടായി കൊടുക്കാൻ കഴിയുന്നു. ഇതെല്ലാം ഒരു സംശയത്തിന്റെ പേരിൽ പോലീസിലേക്ക് വിരൽ ചൂണ്ടുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കാപ്പ കേസ് പ്രതിയായ മരണസുവിനെ രാഷ്ട്രീയമായ ചില സാഹചര്യങ്ങൾ, അതായത് രാഷ്ട്രീയമായ സഹായങ്ങൾ ലഭിച്ചു എന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്നലെ സുബിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പോലീസ് സ്റ്റേഷൻ എത്തിച്ച സമയം തന്നെ ചില രാഷ്ട്രീയ നേതാക്കൾ സുബിനെ ഇറക്കാനുള്ള ശ്രമം നടത്തിയതായുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. നേതാക്കൾ ഇന്നലെ സുബിനെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന സമയത്ത് തന്നെ ആ സ്റ്റേഷനിലെത്തി സുബിനെ അവിടെ നിന്നും പുറത്തിറക്കാനുള്ള ശ്രമം നടത്തിയുള്ള കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ അടിമുടി ദുരൂഹത ഈ സ്പാ കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ തിരുവല്ലയിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ ഈ മരണസുബിൻ എന്ന് പറയുന്ന സുബിൻ അലക്സാണ്ടർ കീഴിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടുള്ളത്. 6ഓളം പ്രതികളാണ് ഈ സ്പായിൽ കടന്നു വന്നതിന് ശേഷം ഈ ജീവനക്കാരിയെ ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു, കൂട്ടബലാത്സംഗം ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് പ്രതികൾ അവിടെ നിന്നും വളരെ മോശമായ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം അവിടെ എത്തിയൊരു സ്പായിലെത്തിയ ഒരു മറ്റൊരു വ്യക്തിയും കൂടി ഇത്തരത്തിൽ ഇവര് കയ്യേറ്റം ചെയ്തതിനു ശേഷമാണ് ഈ പ്രതികൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികൾ 1-ാം തീയതിയാണ് സംഭവം നടക്കുന്നത്. 2-ാം തീയതിയിലേക്ക് കഴിഞ്ഞാണ് പിന്നെ അറസ്റ്റ് നടക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു കാലതാമസം പിന്നിട്ടതെല്ലാം ഈ പോലീസിന്റെ ചില സഹായങ്ങൾ പ്രതികൾക്കുണ്ടായി എന്നുള്ള ചില ആരോപണമാണ് പുറത്തു വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്പായിലെ സന്ദർശകരായ ചില പോലീസുകാർ അവിടെ ഉണ്ട്. പല സ്പാ തിരുവല്ല മാത്രം 6-7 സ്പാ ഉണ്ട്. അവിടെ വലിയ ചാർജ് ചെയ്താണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷെ അവിടെ എല്ലാം പോലീസിന്റെ ചില സഹായങ്ങളുണ്ട്. പോലീസ് അവിടെ സന്ദർശകരാണ്, മാസപ്പടി പറ്റുന്ന ആളുകളാണ്. ഈ ഗുണ്ടകൾ മുഖേനയൊക്കെ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ പോലീസിൽ സഹായം എത്തുന്നുണ്ടോ എന്നുള്ള സംശയം കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെ ആഭ്യന്തര അന്വേഷണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നടപടികൾ കൂടി ഒരുപക്ഷെ ഈ കേസുമായി വരാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6 പ്രതികളാണ് ഈ കേസിലുള്ളത്. 2 പേര് മാത്രമാണ് നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ബാക്കി 6 പേരും ഇപ്പോൾ എവിടെയാണെന്ന് പോലീസിന് പോലും ഇല്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. തിരച്ചിൽ നടത്തുന്നത് ഊർജിതമാണ് എന്നൊക്കെ പോലീസ് പറയുന്നുണ്ടെങ്കിലും അവരെ കണ്ടെത്താൻ കഴിയുന്നില്ല. അത് പ്രധാനമായുള്ള ആരോപണം ഈ ഗുണ്ടകളും പോലീസും തമ്മിലുള്ള ചില ബന്ധങ്ങൾ ഉള്ളതുകൊണ്ടാണ് പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. രാഷ്ട്രീയ സംരക്ഷണം കൂടി പ്രതികൾക്ക് ലഭിക്കുന്നുള്ള കൂടി വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. രഞ്ജിത്തെ, അതാണ് സാഹചര്യം. ശശിനാരായണന് ഒപ്പം ഈ അറസ്റ്റിലായവരുടെ കൂടുതൽ ആളുകൾ അറസ്റ്റിലാവാനുണ്ട് എന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഈ പെൺകുട്ടി, ഈ സ്പായിലുണ്ടായ 2 സ്ത്രീകൾ, ഇവരുടെ മൊഴി ഇതിനകം ശേഖരിച്ചു കഴിഞ്ഞോ? ഒപ്പം ഉന്നതതല അന്വേഷണത്തിനുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കാരണം പോലീസ് കൂടി ഇൻവോൾവ് ആയ ഒരു കേസാണ്. പോലീസിൻ്റെ കൂടി പങ്കാളിത്തം ഈ സ്പായുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ട് എന്നും പല ഉന്നത ഉദ്യോഗസ്ഥരും എടുത്ത് നിത്യസന്ദർശകരാണ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി കാര്യക്ഷമമായ അന്വേഷണം, അത് മാത്രമല്ല മറ്റ് സ്പാ
മറ്റു കേന്ദ്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള അന്വേഷണം വേണ്ടിവരും. അത്തരം നീക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? രഞ്ജിത്ത്, തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതതല അന്വേഷണം വേണ്ടി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം തീർച്ചയായും ഈ ഉദ്യോഗസ്ഥർക്ക് ഈ സ്വായുമായി ചില ബന്ധമുണ്ടെന്നുള്ള ആരോപണം പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഉന്നതതല അന്വേഷണം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകും. അത്തരത്തിൽ വന്നാൽ ചില ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം തിരുവല്ല സ്പായിലുമായി ബന്ധപ്പെട്ട് ഈ മാസപ്പടി ഉദ്യോഗസ്ഥർ വാങ്ങുന്നുള്ള ആരോപണമാണ് പുറത്തു വന്നത്. അതുകൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഗുണ്ടകളുമായുള്ള ബന്ധങ്ങളൊക്കെ ഈ പോലീസിനുള്ളതുകൊണ്ടാണ് കേസുമായി ബന്ധപ്പെട്ട് 1-ാം തീയതി നടന്ന സംഭവത്തിൽ 2-ാം തീയതിയാണ് പോലീസ് കേസെടുക്കുന്നത്. പിന്നെ പ്രതികൾ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം പോലീസിന്റെ അന്വേഷണ വീഴ്ചയായിട്ടാണ് കരുതാവുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ ആരോപണം പോലീസിനെതിരെ ഉണ്ട്. പോലീസിന് അതുകൊണ്ട് തന്നെ ആഭ്യന്തര അന്വേഷണം ഉണ്ടാകും. ആഭ്യന്തര അന്വേഷണം ഉണ്ടായാൽ പോലീസിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ഒരുപക്ഷെ നടപടി ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കാപ്പ കേസ് പ്രതിയായ ഈ മരണസുബിൻ അടക്കമുള്ള പ്രതികൾ പോലീസുമായി ചില ഈ പ്രതികൾക്ക് സഹായമുണ്ട് എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. അത് ആരോപണമാണ്. ആളുകൾ ഇങ്ങനെ പറയുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് പിടികൂടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടും പ്രതികളെ രക്ഷപ്പെടാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നിരവധി കേസുകളിലെ പ്രതിയാണ് മരണസുബിൻ. അത്തരത്തിലുള്ള പ്രതി ഇത്തരം സംഭവങ്ങളിൽ ഏർപ്പെടുമ്പോൾ തന്നെ പോലീസിന് ഈ പ്രതിയെക്കുറിച്ച് ധാരണയുള്ളതാണ്. നേരത്തെ കൃത്യമായി അറിയാവുന്ന ആളാണ്. അതെല്ലാം കൊണ്ടുകൊണ്ട് കാലതാമസം വരുത്തി എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇടുക്കി സ്വദേശിയുടെ ഒരു സ്പായാണ് ഇത് നിലവിലുള്ളത്. ആ ജീവനക്കാരിയാണ് അവിടെ ഉണ്ടായിരുന്നത്. നേരത്തെയും ഈ പണം ആവശ്യപ്പെട്ട് നേരത്തെ പലതവണ മാസപ്പിരിവുമായി ബന്ധപ്പെട്ട് ഈ ഗുണ്ടകൾ അവിടെ ദിവസങ്ങളിൽ വന്നിരുന്നു. പാക്കേറ്റം ഉണ്ടാവുകയും ഈ തർക്കമുണ്ടാവുകയും ഏർപ്പെടുകയൊക്കെ ചെയ്തു. 50,000 രൂപയാണ് ആവശ്യപ്പെട്ടത്. അത് നൽകാൻ കഴിയില്ല സാധിക്കില്ല എന്ന് പറഞ്ഞുകൂടിയാണ് ജീവനക്കാരിയെ കൈയേറ്റം ചെയ്ത് കഴുത്തിൽ കത്തിവെച്ച് നിർബന്ധിതമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്ത് അത്തരത്തിൽ ക്രൂരമായ രീതിയിലാണ് തിരുവല്ല നഗരത്തിൽ അത് നട്ടുച്ച സമയത്ത്, അത് പകൽ സമയത്ത് തിരുവല്ല നഗരത്തിൽ ഉള്ള ഒരു സ്പായാണത്. നഗരഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഈ നടന്ന സംഭവം തൊട്ടടുത്തുള്ള ആളുകൾ പോലും അറിഞ്ഞില്ല എന്ന് പറയുന്നത്. മണിക്കൂറുകളോളം ഇവരെ ഈ പ്രതികൾ ചെലവഴിച്ചതിന് ശേഷമാണ് പുറത്തിറങ്ങുന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം. അത്രയും സമയം പോലും മറ്റൊരാൾ ഇത് അറിഞ്ഞില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ കാര്യത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ പുറത്തു വരുന്നു. CCTV ദൃശ്യങ്ങളൊക്കെ നമ്മളിത് പരിശോധിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കുന്നത്. ആ തരത്തിൽ ഇവരെ ഭീഷണിപ്പെടുത്തിയതിനു ശേഷമാണ് ഈ പ്രതികൾ ഇവിടെ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകുന്നത്. പിന്നീടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വമേധയാ കേസെടുത്തയാണെന്നൊക്കെ പറയുമ്പോഴും കാലതാമസം ഉണ്ടാകുന്നു, പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു. അതിന് പിന്നാലെയാണ് ഈ പോലീസുകാർ ഈ പ്രതികളുമായി ഈ ഗുണ്ടകളുമായി ഒക്കെ ചില ബന്ധങ്ങളുണ്ടെന്ന കാര്യങ്ങൾ പുറത്തു വരുന്നത്. നിരന്തരം ഇവരുമായി സമ്പർക്കമുണ്ടായിരുന്നു. ഒപ്പം ഈ തിരുവല്ല സ്പായകളിൽ നിന്ന് മാസപ്പടി പോലീസ് ഉദ്യോഗസ്ഥർ കൈപ്പറ്റുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അവിടുത്തെ നിത്യ സന്ദർശകരാണ് പോലീസർ എന്ന് പറയുന്നു. അങ്ങനെ ഉള്ള ഗുരുതരമായ ചില വീഴ്ചകൾ കൂടി ആരോപണം ഉദ്യോഗസ്ഥർക്കെതിരെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആഭ്യന്തര അന്വേഷണം ഇതിനുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഉണ്ടായാൽ പോലീസുകാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. ആ നടപടിക്കനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതിനുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്തരത്തിലുള്ള ആരോപണം പോലീസിനെതിരെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് അനുഭവങ്ങൾ കൊണ്ടാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.